ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇന്ന് ബാംഗ്ലൂർ പോകണേണ്. എന്തിനാണ് പോണേന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു സ്റ്റാർട്ടപ്പിൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ പോണത്. പിന്നെ കയ്യിൽ പൈസയൊന്നുമില്ല, ജോലിയും കൂടി ഇല്ലാത്തതുകൊണ്ട് പൈസയൊന്നുമില്ല. അപ്പോൾ കുറച്ച് പൈസ ഉമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം പോകാൻ. ചോദിച്ചോക്കാം. പൈസരോ അപ്പോൾ ഗൈസ്, നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടാ പോകണ്ടെന്നൊരു പിടിയില്ല. റൂം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴേ പറഞ്ഞാണ് റൂം നോക്കിയിട്ട് വരാമെന്ന്. ഇപ്പോൾ റൂമും ഇല്ല, തെരുവിൽ നിൽക്കുവാണ്. ഇല്ല കാശ്, റൂമുണ്ട്. കോർമംഗലയിൽ റൂമുണ്ട്. ഞങ്ങൾ റൂം കണ്ടുപിടിക്കും. ഫൈൻഡിങ് റൂം. കുറേ നേരമായി റൂം നോക്കണത്. റൂമൊന്നും കിട്ടിയിട്ടില്ല. പെട്ട് അരക്കിയ കന്നൊന്ന കന്നഡ പറയുന്നുണ്ട്. പെട്ട് അപ്പോൾ വന്ന് അൻഷു നമ്മളെ പിന്നെയും കാട്ടിലേക്ക് കൊണ്ടുവന്നു, കാട്ടുമുക്കിലേക്ക്. ഒരു റാപ്പിഡോ ഓർഡർ ചെയ്തിട്ട് 10-15 മിനിറ്റ് റാപ്പിഡോയും വന്നിട്ടില്ല. റൂമുമില്ല. ഈ അവസ്ഥ ആണോ? അതല്ലേ നമുക്ക് വന്നൊന്ന് റാപ്പിഡോ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കഴിവുണ്ട്. ഇവിടെ ഞങ്ങളങ്ങനെ മുദ്ര കുത്താറ്. ഗൈസ്, അപ്പോൾ റൂം നോക്കി റൂം കിട്ടിയതൊരു പട്ടിക്കാട്ടിലാണ്. അതും 2 വർഷം മുമ്പ് ഞാൻ വന്ന 2 ആഴ്ച ജോലിക്ക് വന്ന് ഹോം സിക്നെസ് കാരണം വീട്ടിൽ പോയ സ്ഥലം തന്നെ. അപ്പൂപ്പനൊക്കെ പോകുന്നുണ്ട്. ഗ്രാമത്തിലാണ് ഗൈസ് വന്നത്. മെമ്മറീസ് ഗൈസ്. ഏതാ? റൂം കിട്ടി ഗൈസ്. ഒന്നും കൂടെ കഴിക്കും. അയ്യോ, എത്ര ഉള്ള കൺജസ്റ്റഡ്.
അപ്പോൾ നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി റെഡിയായിട്ടൊക്കെ ഇറങ്ങി. രാത്രി ഏകദേശം എത്ര മണിയാണ്? 6-7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റൂമിൽ പോയിട്ട് മൊത്തവും ഞങ്ങളുടെ പരിപാടി ഊമ്പി അതെന്താന്ന് അൻഷു പറയും. നമ്മൾ താമസിക്കുന്ന സ്ഥലം ചിത്തനഹള്ളി പോടാ. നമ്മള് താമസിക്കുന്ന സ്ഥലം സർജാപ്പേട്ട്, ഷൂട്ട് ഓണല്ലേ സർജാപൂർ. ഞങ്ങൾ സർജാപൂരിൽ നിന്ന് ഇപ്പൊ രാവിലെ ഉച്ചക്ക് ഇറങ്ങിയതാണ്. സർജാപൂരിൽ നിന്ന് ഞങ്ങൾ ഉച്ചക്ക് ഇറങ്ങിയതാണ്. ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ട് അങ്ങനെ ഞങ്ങളിപ്പോ ലാസ്റ്റ് ഉച്ചക്കൊന്നും കഴിക്കാണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ വന്നു ഇപ്പൊ ഒരു അമ്പൂർ ബിരിയാണി സെന്ററിലെത്തിയിരിക്കുവാണ്. ഇത് എവിടെയുള്ളത്? നമ്മുടെ കൂടെ പുതിയൊരു ആള് ചേർന്നിട്ടുണ്ട്. ഈ വ്യക്തിയാണ് ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയിട്ട് യൂബർ പോയി എന്നല്ലാണ്ട് വേറെ ഒരു ഉപകാരം ഉണ്ടായില്ല. ഞങ്ങൾ ഏതോ കാട്ടിലായിരുന്നു. അതായത് നമ്മുടെ പനമ്പള്ളി എന്ന് പോലും പറയാൻ പറ്റില്ല. ബ്രോഡ്വേ ഉണ്ട് ഇതിലും കാണാൻ നല്ലത്. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു ഈ വ്യക്തി ഞങ്ങളെ കൊണ്ടുപോയത്. ഇനിയാണ് ഞങ്ങളുടെ റിയൽ ബാംഗ്ലൂർ എക്സ്പ്ലോറേഷൻ. ഇപ്പോ ആമ്പൂർ ബിരിയാണി കഴിച്ച ഉടൻ രാത്രി 8:30 8:30 രാവിലെ ഫുഡ് കഴിക്കുന്ന ഇപ്പോഴാണ്. ആമ്പൂർ ബിരിയാണി അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെ 8:30 നമ്മൾ കോർമംഗല എക്സ്പ്ലോർ ചെയ്യുവാണ്. നമ്മൾ നല്ല നല്ല സ്ഥലങ്ങളിൽ പോകുന്നു. ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പ്ലാനിങ്ങും ഉമ്പിരുന്നെങ്കിലും ഇതുവരെയുള്ള എല്ലാ പ്ലാനും ഉമ്പിരുന്നെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ബിരിയാണി സൂപ്പർ, അത്യാവശ്യം നല്ലൊരു ബിരിയാണിയാണ്. കബാബ് കഴിച്ചില്ല കബാബ്. കബാബുണ്ട്. നാരങ്ങ പിഴി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഗൈസ്. 50 രൂപ 100 രൂപ. നല്ല വിശപ്പുണ്ടെന്ന് തോന്നണം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബാംഗ്ലൂർ തെരുവിലൂടെ നടക്കുന്നതാണ്. എങ്ങോട്ടാണ് പോണേന്നൊരു പിടിയില്ല. ഇപ്പോൾ ഒരു ലക്ഷ്യമില്ലാണ്ടുള്ള നടപ്പാണ്. മൂന്നെണ്ണം ഫ്രണ്ടിൽ പോകുന്നുണ്ട്. സൻഷു വന്നവഴി ഏതോ ബുക്കിൻ്റെ ഇത് കണ്ടിട്ട് ബുക്ക് മേടിക്കാൻ വന്നിട്ടുണ്ട്. ഏത് ബുക്കാണ്? 0 to 1 റിച്ച് ഡാഡ് പുവർ ഡാഡ്. അങ്ങനത്തെ കുറച്ച് ബിസിനസ് സംബന്ധമായിട്ട്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ബാംഗ്ലൂരിലെ ഹാപ്പനിങ് ഏരിയ. പബ്ബ് മൂട് പിടിക്കാൻ വേണ്ടി വന്നേക്കണാണ്. മനുഷ്യ ആദ്യമായിട്ട് നമ്മൾ പബ്ബിൽ കയറാൻ പോണം. പബ്ബിൽ കയറാനടുത്ത് ഇവിടെ എല്ലാരും വിളിച്ചോണ്ടിരിക്കണായിരുന്നല്ല. വാഗേറ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് 21 വയസ്സ് തികയാണ്ട പബ്ബിൽ തന്നെയാണ്. ഇടൂല പബ്ബാണ്. ഏറ്റവും വരെ പബ്ബാണ് എന്ന് തോന്നുന്നുണ്ട്. പബ്ബ് വൈബ് പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുന്നതാണ് ഗൈസ്. ഏതെങ്കിലും ഒരു പബ്ബിൽ കയറണം എന്നാണ്. നല്ലൊരു പബ്ബ് നോക്കി കയറണം അല്ലേ മൈൻകുട്ടി?
ശരി 21 വയസ്സാകൊണ്ട് എന്നെ കയറ്റൂല. എടാ ഇവനെ കയറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? റാസ് അടിപൊളിയായിരിക്കും. നമ്മുടെ ഇവിടെ നമ്മൾ പാർട്ടി അന്വേഷിച്ചുള്ള നടപ്പാണ്. അന്വേഷിച്ചിട്ട് ഉള്ള നടത്തമാണ്. ഇതിനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഏരിയ ഫുള്ള് പാർട്ടി ഇല്ല. ചിലവരൊക്കെ നമ്മളിങ്ങനെ വിളിക്കണ്ട് വാന്നും പറഞ്ഞുകൊണ്ട്. നമ്മളങ്ങനെ പോകില്ല. നമ്മൾ സ്ഥലത്ത് ബുക്ക് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് പോകരുത്, അല്ലാണ്ട് സ്ഥലത്ത് പോകണം. ഇത്ര നേരമായിട്ടൊരു പാർട്ടി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എല്ലായിടത്തും തിരക്കുണ്ട്. അപ്പോൾ ഗൈസ് ഒരു പാർട്ടി കിട്ടിയിട്ടുണ്ട്. ഇതാണ് മുള്ളം കണ്ടാന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഗൈസ് ബാംഗ്ലൂരിന്റെ ഈ ഒരു സെറ്റപ്പ് കാണുന്നത്. എന്തോരം പാറ എന്താന്നൊരു പിടിയില്ല. കുറെ പെണ്ണുങ്ങളും ചെക്കന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളും ഒന്ന് കയറി ട്രൈ അടിക്കാൻ വേണ്ടി നിൽക്കണാണ്. അങ്ങറ്റം വരെ തിരക്കാണ്. ബാറാണ് ബാർ. പബ്ബിലെ ബാത്റൂമിലാണ് ഗൈസ് ഈ മൂത്രയിക്കണം. ബാത്റൂമും മൊത്തം ഇരുട്ടുമയം. അപ്പം നമ്മൾ പാർട്ടിയെല്ലാം കഴിഞ്ഞ് പോലീസിൻ്റെ ലാത്തിക്കടിയൊക്കെ കിട്ടി. ഇപ്പോൾ ചിക്പേട്ടിലേക്ക് വന്നേക്കണാണ്. ഏകദേശം എത്ര മണിയായി? ഇപ്പോൾ സമയം 4 മണി അടുക്കാനായി. 3:30 ചിക്പേട്ടിൽ എന്താണ് ത്രിഫ്റ്റ് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വന്നേക്കണാണ്. പോലീസിൻ്റെ അടി കിട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ 2 യുവാക്കൾ ബാംഗ്ലൂരിൽ നിന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളമാണ് ഏറ്റവും സേഫസ്റ്റ് ജില്ല. 2 യുവാക്കൾ പലവരും വന്നപ്പോ ഓടി. പക്ഷെ ഓടാണ്ട് നിന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും ഓടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയില്ല. അങ്ങനെ എന്തിനാ അടി കെട്ടിയെന്ന് പറഞ്ഞു. അത് ആരോ തമ്മിൽ തല്ലുണ്ടാക്കി. അത് കാണാൻ നിന്നവരെ തല്ലി. ആ ചോര തല്ലുണ്ടാക്കിയവര് വായിന്ന് ചോരയും തുപ്പി കൂളായിട്ട് നടന്നുപോയി. അതവിടെ കണ്ട് നിന്നവരെയാണ് അവർ ഉപദ്രവിച്ചത്. ഇത് ശരിയാണോ? ആണ്. ഞങ്ങളിവിടെ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് 5 പേരായിട്ടാണ്. നമുക്കതിൽ ആ 3 പേരെ അടി കിട്ടിയപ്പോ ഞങ്ങൾ ആ പൊടി പോലും കണ്ടിട്ടില്ല. അതാണ് കൂട്ടത്തിലുള്ളവർ. അപ്പൊ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ ചിക്പേട്ട് മാർക്കറ്റിൽ നിൽക്കുവാണ്. ഇന്നത്തെ ഡേ വളരെ നൈറ്റ് വൈബായിരുന്നു. ഒന്നും പറയാനില്ല. നല്ലൊരു പാർട്ടിയും. പബ്ബല്ല, പബ്ബ് ഉള്ളിൽ ഏറ്റവും നല്ല പബ്ബ് നോക്കിയാണ് നമ്മള് പോയത്. നമ്മുടെ യാത്ര നമ്മള് ഞാനും അജീവും കൂടെയാണ് മറ്റേ പബ്ബ് കണ്ടുപിടിച്ചത്. ഏതാണ്? HUB, ഹൗസ് ഓഫ് ഡോപ്പമിൻ. പൈസ വാങ്ങായിരുന്നു. പക്ഷെ കലക്കം പബ്ബ്. ഞങ്ങൾക്ക് പറയാനുള്ളത് കർണാടക പോലീസിനാണ്. വളരെ മോശമായ രീതിക്കാണ്
മലയാളികളെ വേണം ദേ. ഇത് ശരിയല്ല. ഇതൊക്കെ റീലൊക്കെ പോയി ലാസ്റ്റ് അവിടെ നിന്ന് ആദ്യമായിട്ട് വരും കേട്ടാ. ഒരുപാട് കിട്ടിയത് ഇംഗ്ലീഷ് പറഞ്ഞു അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് കന്നഡ തന്നെ അറിയാവുന്നത്. നമുക്ക് കന്നഡ അറിഞ്ഞൂടാ. ഇവിടെ മാഹിൻ കുറെ നേരം കന്നഡ ഗൊത്തില്ല എന്ന് പറഞ്ഞിട്ടും അവര് മാറി മാറി തല്ലി. ബാക്കിൽ പോലീസ്. ആ സമയം നിഹാൽ ഓടുകയായിരുന്നു. അങ്ങനെ ചിക്പട്ട് മാർക്കറ്റിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് 12 ഡിഗ്രി തണുപ്പിലാണ്. ബാംഗ്ലൂരിൽ ഒടുക്കത്തെ തണുപ്പാണ് കേസ്. ഞങ്ങൾ ഉറങ്ങാണ്ട് പോലും വെയിറ്റ് ചെയ്യുകയാണ്, കാരണം ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് മാഹിൻ പറയുന്നത്. ഒരു മണ്ടന നിർബന്ധം കാണാൻ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞ് ഇവിടെ വയസ്സ് തികയാത്ത മാഹിനെ ഞങ്ങൾ 20 വയസ്സ് എന്ന് പറഞ്ഞാണ് കയറ്റിയത്. ശരിയാ, നമ്മൾ പോലും കാണാത്ത കാര്യങ്ങൾ അതിനാണ് എനിക്ക് ആകെയുള്ള വിഷമം. അതെ, പബ്ബില് ശരിക്കും 21 വയസ്സായവർക്ക് കയറാൻ പാടുള്ളായിരുന്നു. നീ എന്തുകൊണ്ട് കയറി? മീശ പോലും വരാത്ത മാഹി കയറി. അല്ലടാ, അത് പബ്ബുകാരുടെ ഭാഗത്തേരം തെറ്റി. അത് ശരിയാ, അവര് ID പ്രൂഫ് ഒക്കെ മേടിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പബ് എന്ന് പറഞ്ഞാലും ഫുഡ് മാന്യമായ ഒരു സ്ഥലം, നല്ല ഫുഡായിരുന്നു. കാരണം ഇറങ്ങി കഴിഞ്ഞ് വല്ലാത്തൊരു ബോധോദയം തന്നെ ഉണ്ടായി. ശരിയാണ്, അത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ലാത്തി നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ ബോധ്യം കിട്ടിയത്. കാരണം ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ പല സ്ഥലങ്ങളിലും തല്ല് കാണും. നോക്കി നിൽക്കരുത്, കാരണം പോകുന്നതാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. ഒരുത്തൻ ചുണ്ണാമ്പ് ചവച്ച പോലെയൊക്കെയാണ് ചോര ഛർദ്ദിച്ചിട്ട് ഇവിടെ ആ തല്ല് കൊണ്ടുപോകണം പോകുന്ന കണ്ടു. ആ ചോര വീണ്ടും കാണണമെന്നും പറഞ്ഞു ദേ ഇരിക്കണവൻ. ഏതോ ഒരു മൊട്ട ഗ്യാങ്, അതായത് ഗൈസ് ആ തല്ല് കൊണ്ടുവന്ന ഗ്യാങ് വരുന്നുണ്ട്, വീണ്ടും തല്ലാവാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയിട്ട് പോലീസുകാരുടെ തല്ല് മേടിച്ചെന്നവനാണിത്. നിങ്ങൾ ബാംഗ്ലൂരിൽ ചിക്പട്ടിൽ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാർപ്പ് 4 മണിക്ക് തന്നെ വരരുത്. കാരണം 4 മണിക്ക് വന്നാലേ നിങ്ങൾക്ക് ഈ തണുപ്പത്ത് ഇങ്ങനെ വിറങ്ങലിച്ച് വെറുതെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഒരു മനുഷ്യനും കട തുറന്നിട്ടില്ല. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം വരിക. പിന്നെ രാവിലെ 4 മണിക്കും ചിക്പേട്ടില് തിരക്കാണ്. ഒരു കട തുറന്നപ്പോ ആൾക്കാർ ചിതറിയ കടയിലേക്ക് ഓടി. ഇന്ത്യയിൽ കൂടെ എങ്ങനെ ഡ്രസ്സ് എടുക്കാനാണ് പോണേ? പോളേ എല്ലാരും അങ്ങോട്ട് വിടുമ്പോ നമുക്ക് അപ്പുറത്തെ സ്റ്റോളിൽ പോകും. അപ്പൊ അടുത്ത കട ഇവിടെ തുറക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളത് നോക്കിയാണ് എല്ലാവരും കുറച്ചുപേര് അങ്ങോട്ട് ഓർണം, കുറച്ചുപേര് ഇങ്ങോട്ട് ഓർണം. ഞങ്ങളിവിടെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ ഓടുന്നുണ്ട്. എല്ലാരും എന്തേ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ ഇതും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ അവിടെ തിരക്ക് പറഞ്ഞിട്ടുണ്ടാവും, പൊട്ട സാധനങ്ങളുണ്ടാവും, അതെടുക്കാം. അവിടെ കൊണ്ടുവരാൻ സാധനങ്ങളുണ്ടാവും. ഇപ്പൊ തുറക്കും വിചാരിച്ചിരുന്നിട്ട് എല്ലാരും ഇങ്ങോട്ട് തന്നെ. അറിയിക്കാൻ പറയുന്നുണ്ട്. സോഷ്യൽ ആക്സൈറ്റി ഉള്ളവരൊന്നും ഈ പരിസരത്തേക്ക് വരാതിരിക്കണ്ട. ഇൻട്രോട്ടല്ലേ? ഞാൻ ഇൻട്രോട്ടാണ്. തുറന്നു പിന്നെ ഓടിച്ചു കൊടുക്കുക. എന്താല്ലേ ഇതിലും നല്ലത് റോഡ് വേണ. ലാസ്റ്റ് കുറച്ചു നേരം കഴിയുമ്പോ പറയും, എല്ലാം മാറ്റി പറയും. നമുക്കൊന്ന് തലയിട്ട് നോക്കാം. നമ്മൾ ആദ്യം തൊട്ട് എല്ലാം മൂഞ്ചന പോലെ ഇന്നലെ ചിക്പേട്ട് പോയപ്പോഴും മൂഞ്ചി. എല്ലാം കഴിഞ്ഞ് ഇന്നലെ ഒരു 6 മണിക്കാണ് നമ്മൾ റൂമിലെത്തിയത്. കിടന്നുറങ്ങി. അതിനിപ്പോൾ രാവിലെ എണീറ്റ്
അപ്പോൾ അഞ്ചു അടുക്കളയിൽ എന്തോ ചെയ്യുന്നുണ്ട്, കണ്ടോക്ക. ഇതുണ്ടാക്കണം ഇത് ബ്രെഡ് ടോസ്റ്റും മുട്ട പുഴുങ്ങിയത്. മുട്ട പുഴുങ്ങിയതാ. മുട്ട പുഴുങ്ങിക്കൊണ്ട് അഞ്ചൂസ് ബ്രെഡ് ടോസ്റ്റ്, അഞ്ചൂസ് മുട്ട പുഴുങ്ങിയത്. അഞ്ചുണ്ടാക്കിയ നൂഡിൽസ്. നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി ചിക്കനും അല്ലറ ചില്ലറ സാധനങ്ങളും മേടിച്ചു. വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാൻ പോണെയാണ്. നാരങ്ങ കൊടുത്തിട്ട് അപ്പോൾ അഞ്ചു ചിക്കൻ ഫ്രൈയും പൊറോട്ട ഉണ്ടാക്കി തരാമെന്നാണ് പറയുന്നത്. എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നിഹാലിനെ കൊണ്ട് ഉണ്ടായിരിക്കും. ഇപ്പം നിഹാലിക്ക് കുക്കിംഗ് ഇല്ല, അഞ്ചു നമുക്ക് പൊറോട്ടയും ചിക്കൻ കറി ഉണ്ടാക്കി തരും ഗൈസ്. സമയം ഇപ്പം ഏകദേശം 6-7 മണിയായി. അപ്പം നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ അല്ലാണ്ട്. അപ്പം അൻഷു നമുക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. പോയി നോക്കാം. ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്കയും പൊറോട്ടയുടെ അപ്പോൾ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നിഹാലാണ്. നിഹാലിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പ്രിപ്പറേഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് കയറുവാണ്. പാത്രം പോലെ അറിയാൻ പാടില്ല. കുഴപ്പമില്ല, നമ്മൾ ബിരിയാണി പഠിച്ചു തരുന്നത് നിഹാൽ. മഞ്ഞ വീണിട്ട് മാറ്റിയാ പോരെ. വീരളല്ല അൻഷു. ഇതിൻ്റെ അകത്തേക്ക് ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കൊക്കേനെ ആഡ് ചെയ്യാം. അതില്ലേ ഉപ്പ് അങ്ങനെ എടാ നീ കോളാക്കി പൊട്ടാണ്. ആ മുട്ട എടുത്ത് എന്തിനാ ബീറ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടി മുട്ട അങ്ങനെ എടുക്കാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഉമ്മ ഇങ്ങനെ ഇതൊക്കെ ഇടണം. ആ മുട്ട ഉപ്പില് ബീറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. നേരിട്ട് തന്നെ എടാ ഇവിടെ നിന്ന് ഇളക്കി ഇങ്ങനെ നിന്ന് ഇളക്കാല്ലേ. ഇടക്കണ പെർഫെക്ഷൻ കണ്ട ഗൈസ്. ചൂടാണ് പൊറോട്ട ലാസ്റ്റ് എന്തിനു ഇപ്പൊ ചോർന്ന് ചിക്കൻ ഫ്രൈ ഒരു ചവൻ തന്നെ തിന്നാണ്. എങ്ങനെയുണ്ട്? സാധനം ഉണ്ടാക്കുമ്പോ നമ്മൾ തന്നെ ടേസ്റ്റ് നോക്കണം. എന്താ കാണിക്കുന്നത്? ആ പൊറോട്ടയില് മുകളിൽ ബട്ടർ വേണം കേട്ടോ. ബട്ടർ തീർത്താ ഉപ്പ് കൂടിപ്പോയി. ഞാൻ പറഞ്ഞില്ല, എന്നെ കെട്ടണം എൻ്റെ ഭാഗ്യം, പെണ്ണിന്റെ ഭാഗ്യമാണ്. പഞ്ചുവിനെ കെട്ടണ പെണ്ണിൻ്റെയാണ് ഭാഗ്യം. അഞ്ചു ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഉണ്ടാക്കും, പൊറോട്ട ഉണ്ടാക്കും. അഞ്ചുവിൻ്റെ പൊറോട്ട അടി ശരിയായി. ചെറുതായിട്ടൊന്ന് പാളി. ഞാൻ മാറിയെന്ന് ഇനി അവൻ്റെ അടി നമുക്ക് കാണാം. അടിച്ചു കഴിഞ്ഞാൽ തിന്നാണ്ടാവുന്നത്. ബട്ടർ കേൾക്കണ്ട, ബട്ടറിന്റെ ഭയങ്കര ക്രിസ്പിയായിപ്പോഴും. ബട്ടർ വേണം. ഫീൽ ദ സൗണ്ട്. അപ്പോൾ അൻഷു ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ബാംഗ്ലൂരിലെ
ഒരു ദിവസം. എന്തായാലും വേറൊന്നും കാണിക്കാനില്ല, വേറെ എവിടെ ഞങ്ങൾ പോകണില്ല. നാളെ ഞങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറങ്ങണതാണ് അല്ലേ അംശു? ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ മാർക്കറ്റിന് വേണ്ടി ഇറങ്ങണതാണ്. അപ്പോൾ മനോഹരമായൊരു ബാംഗ്ലൂർ ഡേ ഞങ്ങളിവിടെ ഞങ്ങളുടെ ബ്രെഡ് ടോസ്റ്റ് എന്ന് അവസാനിപ്പിക്കുന്നു. ബ്രെഡ് ടോസ്റ്റും മുട്ട പുഴുങ്ങിയത്. ഓക്കെ ഗൈസ്, ബൈ.